ADN ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിൻ്റെ ഫയലിങ്ങിനെ കുറിച്ചാണ്. ആരെല്ലാമാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് ഫയൽ ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്തെല്ലാമാണ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷമോ അതിൽ കൂടുതലോ വരുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ഇതാണ് അതിൽ ബേസിക്കായിട്ട് പറയുന്ന കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷമോ അതിൽ കൂടുതലോ ക്യാഷ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ബാങ്കിലൂടെയുള്ള ഇടപാടുകൾ 50 ലക്ഷത്തിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിൽ നിർബന്ധിതമാണ്. ഒരു വ്യക്തിയുടെ ഇലക്ട്രിസിറ്റി ബില്ല്, കഴിഞ്ഞ വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷത്തിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. പിന്നെ പറയുന്നത് കമ്പനി LLP ഇതിങ്ങനെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ആനുവൽ ടേൺ ഓവർ 60 ലക്ഷത്തിലും കൂടുതൽ വന്ന എല്ലാ സ്ഥാപനങ്ങളും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ TDS TCS ഒക്കെ പിടിച്ചിട്ടുള്ള വ്യക്തികൾ, ഇത്തരം ആളുകളും തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ഇനി ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ആളുകൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 3 ലക്ഷം വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കുക എന്നുള്ളത് ചില ആളുകൾക്കൊക്കെ സംശയമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് സാലറി കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം സാലറി എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു 12 അടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു വർഷത്തെ വരുമാനം എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റും. എന്നാൽ സാലറി അല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ വരുമാനം, അതിൽ നിന്ന് അവിടെ വന്ന ചിലവുകളെല്ലാം കുറിച്ചിട്ട് നെറ്റ് ലാഭം എത്രയാണോ അതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കണക്കാക്കേണ്ടത്. ഈ ബിസിനസ്സിൽ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2-3 രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് 44AD എന്ന സെക്ഷനിൽ നമുക്ക് അപ്പോൾ ഒരു 10-60 ലക്ഷം വരെ ടാക്സ് അടക്കാതെ തന്നെ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. ഇനി ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നോട്ടീസ് വരാം, എന്തുകൊണ്ട് ഫയൽ ചെയ്തിട്ടില്ല, റീപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഫൈൻ കൊടുക്കേണ്ടി വരും. ഇനി ഇത് ഫയൽ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഭാവിയിൽ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വാർഷിക വരുമാനം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്ര വരുമാനം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് അവർ പ്രൂഫ് ചോദിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു പ്രൂഫായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് നമുക്ക് ഒരു പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റും. അതൊരു വാലിഡ് പ്രൂഫാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, അതല്ലെങ്കിൽ അപ്പോൾ ഒരു വാഹനം വാങ്ങുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇൻകം ടാക്സിന് നോട്ടീസ് വരാനുള്ള സാധ്യത ഉണ്ട്, ഈ എമൗണ്ട് എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ വർഷത്തെ വരുമാനമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ പഴയ എമൗണ്ട് ആണെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം അത് പറയണമെങ്കിൽ അതിന് നമുക്ക് ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മളെ വിറ്റുവരവാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ വർഷത്തെ എന്ത് ചെയ്യും, IT ചോദിക്കും ഫയൽ ചെയ്തത്. അപ്പോൾ അത് കൊടുത്തിട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് നമുക്കൊരു ഇൻകം എപ്പോഴും കാണിച്ചുകൊണ്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു 7 ലക്ഷം വരെ അപ്പോൾ പുതിയ സ്കീം പ്രകാരം നമുക്ക് ടാക്സ് അടക്കാതെ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഭാവിയിൽ നമുക്കൊരു ഡോക്യുമെൻ്റ്, അതായത് എവിടെയെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒരു വാലിഡ് പ്രൂഫാണ്. അതുപോലെ തന്നെ ഒരുവിധ നോട്ടീസുകളിൽ നിന്നൊക്കെ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാകും. പിന്നെ അതുപോലെ തന്നെ ഈ TDS ഇപ്പോൾ സാലറിൻ്റെ കേസിലാണെങ്കിൽ TDS പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഈ 7 ലക്ഷത്തിൻ്റെ താഴെയാണ് വരുന്നതെങ്കിൽ അത് ആ പിടിച്ച എമൗണ്ട് റീഫണ്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് സാലറി അല്ലാത്ത ഇപ്പോൾ കമ്മീഷനായിട്ട് കിട്ടുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പല പേയ്മെൻറ്റ് നമുക്ക് തരുന്ന സമയത്ത് കോൺട്രാക്ട് വർക്ക് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു നിശ്ചിത എമൗണ്ട് പെർസെൻറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ പിടിച്ചിട്ട് ബാക്കിക്കാരം. അപ്പോൾ ആ എമൗണ്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ അത് ഫയൽ ചെയ്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത്യാവശ്യം ട്രാൻസാക്ഷൻ നടക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഫയൽ ചെയ്ത് പോകണം. ഇനി നടക്കാത്ത ആളുകളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 7 ലക്ഷം വരെ കാണിച്ചാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും ടാക്സ് അടക്കാതെ. അപ്പോൾ അത് എന്നും നിങ്ങൾക്കൊരു വാലിഡ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാണ്. ഇനി ഇൻകം ടാക്സിൻ്റെ ടാക്സ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ഇൻകം ടാക്സ് 2 രീതിയിൽ ഫയൽ ചെയ്യാൻ പറ്റും. ഒന്ന് പഴയ സ്കീമുണ്ട്, ഒന്ന് പുതിയ സ്കീമുണ്ട്. ഇത് ഇൻകം ടാക്സിൻ്റെ പഴയ സ്കീമിൽ എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് വളരെ കൂടുതലാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ LIC പ്രീമിയം എടുത്ത ആളുകൾ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, അതായത് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്ത ആളുകൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഡിഡക്ഷൻസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴയ സ്കീമിൽ കുറക്കാൻ പറ്റും. പക്ഷേ അവിടെ ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പുതിയ സ്കീമിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതായത്
പഴയ സ്കീമിലാണെങ്കിൽ 2.5 ലക്ഷം മുതൽ ഇൻകമുള്ള ആളുകൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. നേരത്തെ നമ്മൾ പുതിയ സ്കീമിലാണ് 3 ലക്ഷം പറഞ്ഞു, പക്ഷേ പഴയ സ്കീമിൽ 2.5 തന്നെയാണ് അതിൻ്റെ ബേസിക്കായിട്ട് പറയുന്നത്. അപ്പോൾ 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ, 2 ലക്ഷം വരെ ഈ ടാക്സ് ഒന്നും അടക്കണ്ട. 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5% ആണ്, 5% നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 12,500 രൂപ നമുക്ക് ടാക്സ് അടക്കാനുണ്ടാവും. പക്ഷേ ആ ഒരു പഴയ സ്കീമിലാണെങ്കിൽ തന്നെ നമുക്ക് 2 ലക്ഷം വരെ ടാക്സിൻ്റെ ഇളവുകൾ തന്നിട്ടുണ്ട്. 5 ലക്ഷം വരെ ഇൻകമുള്ള ആളുകളാണെങ്കിൽ സെക്ഷൻ 87 പ്രകാരം നമുക്ക് ടാക്സ് ഒന്നും അടക്കണ്ട. പക്ഷേ 5 ലക്ഷത്തിന് മുകളിൽ ഇൻകമുള്ള ആളുകൾ, അത് 5 ലക്ഷം മുതൽ പിന്നെ വരുന്ന സ്ലാബ് പറഞ്ഞാൽ 10 ലക്ഷം വരെ 20% ആണ് പഴയ സ്കീമിൽ വരുന്നത്. പിന്നെ 10 ലക്ഷത്തിന് മുകളിൽ ഇൻകമുള്ള ആളുകളാണെങ്കിൽ 30% ആണ് പഴയ സ്കീമിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാക്സ് റേറ്റ് വളരെ കൂടുതലാണ്. എന്നാൽ പുതിയ സ്കീം പ്രകാരം നമുക്ക് ടാക്സ് വളരെ കുറവാണ്. പഴയ സ്കീമിനെ അപേക്ഷിച്ച് ടാക്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് ഫസ്റ്റത്തെ 3 ലക്ഷം വരെ നമുക്ക് ടാക്സ് ഒന്നും അടക്കാനില്ല. 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ 5% ആണ് ടാക്സ് വരുന്നത്. അപ്പോൾ 6 ലക്ഷം പറഞ്ഞാൽ ആ ഒരു 3 ലക്ഷത്തിൻ്റെ 5%, ഏകദേശം ഒരു 15,000 രൂപ നമ്മൾ ടാക്സ് അടക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 7 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് ആ ഇൻകം വരുന്നതെങ്കിൽ ടാക്സ് അടക്കണ്ട. നമുക്ക് ശരിക്കും അതുകൂടെ ടാക്സ് അടക്കാനുണ്ട് നിങ്ങൾക്ക്, പക്ഷേ എന്ത് ചെയ്യുക, ഗവൺമെൻറ് ഇളവ് വന്നിട്ടുണ്ട്. ആ ഒരു 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ അല്ല 15,000 നിങ്ങൾക്ക് ഇളവ് വന്നിട്ടുണ്ട്. അതിന് പുറമെ ഈ ഒരു 6 ലക്ഷം മുതൽ പിന്നെ വരുന്ന സ്ലാബ് പറയുന്നതിന് 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെയാണ്. 9 ലക്ഷം വരെയാണെങ്കിൽ അതിന് 10% ആണ് ടാക്സ് അടക്കാനുള്ളത്. അപ്പോൾ 10% പറയുമ്പോൾ നമുക്കറിയാം 3 ലക്ഷത്തിന്, അതായത് ആ ഒരു 3 ലക്ഷത്തിന് 10% അറിയുമ്പോൾ 30,000 ടാക്സ് അടക്കാനുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഇളവുകൾ തന്നിട്ടുണ്ട്. 7 ലക്ഷം വരെ ഇൻകമുള്ള ആളുകളാണെങ്കിൽ ഈ ഫസ്റ്റത്തെ 15,000 പിന്നെ വരുന്ന 1 ലക്ഷം, അപ്പോൾ അതായത് 6 ലക്ഷത്തിൻ്റെ എന്ന് പറയുമ്പോൾ 3 ലക്ഷം ടു ആ ഒരു 3 ലക്ഷത്തിൻ്റെ 5%, പിന്നെ ഈ 6 ലക്ഷം മുതൽ 7 ലക്ഷം വരെ ആ ഒരു 1 ലക്ഷത്തിന് എന്ത് ചെയ്യണം, 10% ടാക്സ്. അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത് 25,000 രൂപ വരെ നമുക്ക് റിബേറ്റ് എന്ന് പറയുന്ന ഇളവ് നമുക്ക് തന്നിട്ടുണ്ട്. സെക്ഷൻ 87 പ്രകാരം 7 ലക്ഷം വരെ നമുക്ക് ഇളവ് തന്നിട്ടുണ്ട്. എന്നാൽ 7,01,000 കഴിഞ്ഞാൽ ഈ റിബേറ്റ് പറഞ്ഞ ഇളവുകൾ നമുക്ക് ഉണ്ടായിരിക്കില്ല. 7 ലക്ഷം വരെയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, 25,000 നമുക്ക് ടാക്സ് അടക്കാനുണ്ട്. പക്ഷേ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇളവുകളുണ്ട്, ടാക്സ് അടക്കണ്ട. 7,01,000 കഴിഞ്ഞാൽ ഈ ഇളവുകളൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ 25,000 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. പിന്നെ 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ആ ഒരു സ്ലാബ് റേറ്റ് പ്രകാരം അത് 7 ലക്ഷത്തിന് അതായത് പിന്നെ 6 ലക്ഷം മുതൽ 7 ലക്ഷം വരെ 10%, 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെ 10%, പിന്നെ 9 ലക്ഷം മുതൽ അടുത്ത 3 ലക്ഷം വരെ, അതായത് 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ആണെങ്കിൽ ആ ഒരു 3 ലക്ഷത്തിന് നമുക്ക് ടാക്സ് അടക്കാൻ പറ്റുന്ന 15%, 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണെങ്കിൽ 20%, എബോ 15 ലക്ഷമാണെങ്കിൽ 30% ആണ് നമ്മൾ ടാക്സ് അടക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ചെറിയ ടാക്സ് അടക്കാനുള്ള വഴി എന്ത് ചെയ്യാം, ഈ 7 ലക്ഷം വരെ പിന്നെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 7 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് ടാക്സ് അടക്കാതെ ഫയൽ ചെയ്യാം. അതിന് മുകളിൽ വരുന്ന ആളുകൾ ഒരുപക്ഷെ അവർക്ക് ടാക്സ് അടക്കാൻ ഉണ്ടായിരിക്കും. ഇൻകം ടാക്സിൻ്റെ ഫയലിങ്ങിന് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31 ജൂലൈ ആണ്. അത് ഓഡിറ്റ് വരുന്ന കേസുകളാണെങ്കിൽ, നമുക്ക് സെപ്റ്റംബർ 30 വരെ നമുക്ക് ഫയൽ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഫയൽ ചെയ്താൽ മതി. അതല്ലാത്ത കേസ്, ഓഡിറ്റ് വരാത്ത കേസുകൾ, അത് പാർട്ട്ണർഷിപ്പോ മറ്റേതായാലും ആണെങ്കിലും നമുക്ക് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ജൂലൈ ആണ്. അപ്പോൾ അതിനകം തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഇനി നേരത്തെ പറഞ്ഞ കേസ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് 2 ലക്ഷത്തിന് മുകളിൽ ഇൻകമുള്ള ആൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മൾ പലരും എന്ത് ചെയ്യണം, നമുക്ക് ഇൻകം 2 ലക്ഷത്തിന് താഴെയാണെന്ന് പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻസ്, അതായത് നമുക്ക് ഒരാൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം വരികയാണെങ്കിൽ അവരെന്തായാലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. 1 ലക്ഷം ഇലക്ട്രിസിറ്റി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇൻകം എന്തായാലും അതിന് മുകളിൽ പോകുന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അവർക്കത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം 1 ലക്ഷം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മുകളിൽ അത് 3 ലക്ഷത്തിന് മുകളിൽ അവർക്ക് ഇൻകം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് വന്ന ആളുകൾ 10 ലക്ഷത്തിന് മുകളിൽ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IT ഫയൽ ചെയ്യണം. നമുക്കറിയാം കഴിഞ്ഞ വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് വന്നവർക്ക് എല്ലാവർക്കും നോട്ടീസ് വന്നിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടീസ് വരും. അപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് കഴിഞ്ഞ വർഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചാണ് നേരത്തെ തന്നെ ഫയൽ ചെയ്തിട്ടാണ് ഏറ്റവും നല്ലത്. ഇല്ല എങ്കിൽ നോട്ടീസ് വന്നിട്ട് റീപ്ലൈ കൊടുക്കുന്നതിലേറെ നല്ലത് അത് നോട്ടീസ് വരാതെ നോക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അപ്പോൾ പല ആളുകളും 2 ബാങ്കിൽ 5 ലക്ഷം കൊണ്ടുപോയിട്ടാൽ അത് ഓക്കെ ആണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ 2 ബാങ്കിലായിട്ട് 5 ഇട്ടാലും അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ടോട്ടൽ നോക്കുമ്പോൾ 10 ലക്ഷം. അത്തരം സന്ദർഭത്തിൽ എന്ത് ചെയ്യും, നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. കാരണം ഇതൊക്കെ എത്രയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് വന്നത് എന്നുള്ളതൊക്കെ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്ന കാര്യങ്ങളാണ്.
പിന്നെ അതുപോലെ തന്നെ GSTൻ്റെ ടേൺ ഓവർ കൂടുതലുള്ള ആളുകൾ അവർ തീർച്ചയായിട്ടും ഫയൽ ചെയ്യണം. അവർക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇത്രയാണ് സെയിൽ, ഇത്രയാണ് പർച്ചേസ് എന്നുള്ളത് അതിലുണ്ടാവും. അപ്പോൾ അവരും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസുകൾ വരാനുള്ള സാധ്യതകൾ നമുക്ക് കുറക്കാൻ പറ്റും. മിക്കവാറും നമുക്ക് ഫയൽ ചെയ്ത ആളുകൾക്ക്, ഒട്ടുമിക്ക ആളുകൾക്കൊന്നും നോട്ടീസൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഫയൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോട്ടീസൊന്നും വരാറില്ല. അവർ ഫയലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നോട്ടീസ് വരാറുള്ളൂ. നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതല്ലാത്ത നോട്ടീസുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ നോക്കിയാണ്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ബാങ്കിൽ 50 ലക്ഷത്തിന് മുകളിലൊക്കെ ഇടപാടുകൾ നടന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ 10 ലക്ഷത്തിന് ഞാൻ പറഞ്ഞു ക്യാഷ് ഡെപ്പോസിറ്റ് 10 ലക്ഷം ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യണം എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഇവിടെ ഈ 10 ലക്ഷം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളത് നാളെ നോട്ടീസ് വരും. അതുപോലെ തന്നെ ഈ 50 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞു, 50 ലക്ഷത്തിന് മുകളിൽ ട്രാൻസാക്ഷൻ നടന്ന ആളുകൾ അവരും ഫയൽ ചെയ്തില്ല എങ്കിൽ എന്താണ് കാരണം കാണിച്ചാണ്ട് നോട്ടീസ് വരുന്നതാണ്. പിന്നെ ഇതല്ലാത്ത വരുന്ന കേസ് TDS പിടിച്ച കേസ്. നമുക്ക് ഈ TDS എന്തിനാണ് പിടിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു TDS ഉള്ളവർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് റീഫണ്ടായിട്ട് കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതെന്തിനാണ് ഈ TDS പിടിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് TDS പിടിക്കുന്നത്. ഇപ്പോൾ സാലറി തരുന്ന സമയത്ത് ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്യും, നിങ്ങളേക്കൊന്ന് കട്ട് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, ഈ സാലറി തരുന്ന വ്യക്തി നിങ്ങളെ ഓണർ എന്ത് ചെയ്യും, നിങ്ങളെ പാൻ നമ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് കറക്റ്റായിട്ട് മനസ്സിലായി അവർക്ക് ഇത്ര വരുമാനം വന്നിട്ടുണ്ട്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അവർ പിടിച്ചത്. അതുപോലെ തന്നെ കമ്മീഷൻ തരുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റു കോൺട്രാക്റ്റ് വർക്ക് എടുക്കുന്ന സമയത്ത് 1% കട്ട് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, നിങ്ങൾക്ക് എത്ര വരുമാനം വന്നു എന്നുള്ളത് കറക്റ്റ് ഗവൺമെൻറ്റിന് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്താണ്ട് അവർ ഫയൽ ചെയ്യണത്. അപ്പോൾ ടാക്സ് അടക്കാനില്ലെങ്കിൽ അത് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. ടാക്സ് അടക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് നിർബന്ധിതമായിട്ട് അടക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിന് കറക്റ്റ് നിങ്ങൾക്ക് ഇത്ര വരുമാനം വന്നിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് കണക്കുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളത് ഫയൽ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ഫയൽ ചെയ്തില്ലെങ്കിൽ ഇതിപ്പോൾ ടാക്സ് അടക്കാനില്ലെങ്കിൽ ഇത് റീഫണ്ട് നമുക്ക് നഷ്ടമാവും. അതല്ല എങ്കിൽ ടാക്സ് അടക്കാനുള്ളതാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ കൂട്ടിയാണ്ട് പിന്നീട് അടക്കേണ്ടി വരും, നോട്ടീസും വരും. അപ്പോൾ അതിനൊക്കെ റീപ്ലൈ കൊടുത്ത് അതിൻ്റെ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യാം, അത് ഫയൽ ചെയ്തിട്ടാണ് നല്ലത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓരോ വ്യക്തിക്കും ഇപ്പോൾ പല ഹെഡുകളുണ്ട്. ഇപ്പോൾ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അങ്ങനെ ഓരോ വ്യക്തികൾക്കും പലതരത്തിലായിരിക്കും നമുക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ എന്തായാലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻകം ടാക്സിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകളോ അതല്ലെങ്കിൽ ഫയലിംഗ് ചെയ്യണോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ നമ്പർ 9633387350. നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറയുന്നതിൽ പരിമിതികളുണ്ട്. പിന്നെ ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് പല ഹെഡുകളിൽ ഇൻകം വരുന്നത്. ഇപ്പോൾ 5 ഹെഡ് ഉണ്ട്. ഇപ്പോൾ സാലറി വരുന്ന, ഹൗസ് പ്രോപ്പർട്ടി എന്ന് വരുന്ന ഇൻകം, ബിസിനസ്സിന് വരുന്ന ഇൻകം, ഈ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടുന്ന ഇൻകം, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോയിൽ പറയാമെന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾക്ക് എത്രയാണ് വരുമാനം, നിങ്ങൾക്ക് അതുമായി സംബന്ധിച്ച എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് ഏരിയ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റും. എങ്ങനെ ടാക്സ് അടക്കണോ, നമുക്ക് എങ്ങനെ ചെയ്താലാണ് ബെറ്റർ, ഏതാണ് ബെറ്റർ ഓപ്ഷൻ, ഏത് സ്കീമാണ് ബെറ്റർ ഓപ്ഷന്, നമുക്കത് റീഫണ്ട് എടുക്കാൻ പറ്റുമോ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതാണെങ്കിൽ തന്നെ ഇപ്പോൾ ബിസിനസ്സിൻ്റെ നമുക്ക് 2 രീതിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 44 ADയിൽ 44 AD എന്ന സെക്ഷനിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഫയൽ ചെയ്യാം, അത് നമുക്ക് എങ്ങനെ ടാക്സ് കുറച്ച് കാണിച്ചാണ്ട് ഫയൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നിങ്ങളെ ഇൻകം കൂട്ടിയാണ്ട് അത് ടാക്സ് അടക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരുന്ന ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫയൽ ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ട്സ് ടാക്സ് പരമായിട്ടുള്ള സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളെ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ആ ഒരു സർവീസ് നിങ്ങൾക്ക് തരാൻ പറ്റും. അത് ഇൻകം ടാക്സ് ഫയലിംഗ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റു രജിസ്ട്രേഷൻ കാര്യങ്ങളോ, എങ്കിൽ GSTൻ്റെതോ അതല്ലെങ്കിൽ കമ്പനിൻ്റെ രജിസ്ട്രേഷനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.